ഈ പുൽവാമ ആക്രമണത്തിൻ്റെ പേരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറെ പഴി കേൾക്കേണ്ടി വന്നു. ഇപ്പോൾ പാകിസ്ഥാൻ പരസ്യമായി സമ്മതിക്കുന്നു ഞങ്ങളുടെ കൃത്യമായ പ്ലാനിങ് നടപ്പാക്കിയതാണ് അതെന്ന്. അതെ, വളരെ ശ്രദ്ധേയമായൊരു കാര്യം. നമ്മുടെ മാധ്യമങ്ങൾ, മനോരമ പത്രത്തിനോട് എനിക്കിന്നൊരു അല്പം താല്പര്യമുണ്ട്. കാരണം മനോരമ ഇന്ന് ആ വാർത്ത ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. കാരണം നരേന്ദ്രമോദി ഇന്ത്യൻ പട്ടാളക്കാരെ 2019 പുൽവാമ അറ്റാക്ക് നടക്കുന്നത്. 40ഓളം CRPF ജവാന്മാരാണ് പുൽവാമയിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അന്ന് പറഞ്ഞെന്താണ്? ഇന്നും പറയുന്നു ഇവിടുത്തെ കോൺഗ്രസ്സുകാരും സുഡാപ്പികളും, രാഹുൽ ഗാന്ധി മുതൽ രാജു പി നായർ വരെ പറയുന്നു പുൽവാമയിൽ പട്ടാളക്കാരെ നരേന്ദ്രമോദിയും അമിത്ഷായും അറിഞ്ഞുകൊണ്ട് കൊലയ്ക്ക് കൊടുത്ത് തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്ന്. അല്ലേ? എക്കാലത്തും ഇവിടുത്തെ ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ചത് ജൂതന്മാരാണെന്ന് സുഡാപ്പികൾ പറയും. എന്ന് പറയുന്ന പോലെ പുൽവാമയിൽ അയ്യോ പാകിസ്ഥാൻ ഒന്നും ചെയ്തിട്ടില്ല, മോദിയാണ് സ്വന്തം പട്ടാളക്കാരെ വരെ കൊന്ന് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എന്ത് അധർമ്മവും കാട്ടുന്ന പാർട്ടിയാണ് BJP എന്നും അതിൻ്റെ ആ പാർട്ടിയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മഹാദുഷ്ടന്മാരാണ്, രാജ്യത്തിൻ്റെ ശത്രുക്കളാണ്, പട്ടാളക്കാരെ കൊന്ന് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നവരാണെന്ന് ഇന്നലെ വരെ പറഞ്ഞവരുടെ അണ്ണാക്കിലേക്ക് മിസൈൽ അയക്കുകയാണ് ശരിക്കാണ് ഇപ്പോൾ പാകിസ്ഥാൻ. അങ്ങനെ പറയാതെ തരവില്ല. കാരണം പാകിസ്ഥാൻ്റെ വ്യോമസേനയുടെ മേധാവി, അതായത് പാകിസ്ഥാൻ ആർമി ഫോഴ്സിൻ്റെ പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറലായ ഔറംഗസേബ് അഹമ്മദ് ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞതുണ്ട്. കേട്ട സുരുണ്ടായിരുന്നു പത്രസമ്മേളനത്തിൽ അയാൾ പറയുന്നത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ തന്ത്രപരമായ ഒരു മിടുക്കായിരുന്നു പുൽവാമ ആക്രമണം. ഞങ്ങൾ അവരോട് ഞങ്ങളുടെ ശക്തിയെക്കുറിച്ച് പറയാൻ ശ്രമിച്ചതാണ്. പാകിസ്ഥാനെ തൊട്ടാൽ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എന്നതിൻ്റെ തെളിവാണ് പുൽവാമ എന്ന് വൈസ് മാർഷൽ ഔറംഗസേബ് അഹമ്മദ് മാധ്യമങ്ങളോട് പരസ്യമായി ടെലിവിഷൻ ക്യാമറകൾക്ക് മുന്നിൽ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇക്കാലത്ര എന്താ പറഞ്ഞത്? പപ്പു എന്താ പറഞ്ഞത്? പിങ്കി എന്താ പറഞ്ഞത്? ഖാർഗെ എന്താണ് പറഞ്ഞത്? കേരളത്തിലെ നൂറുകണക്കിന് കോൺഗ്രസ്സുകാരെന്താ പറഞ്ഞത്? സുഡാപ്പികൾ മുഴുവൻ എന്താ പറഞ്ഞത്? മീഡിയ വൺ എന്താ പറഞ്ഞത്? തേജസ് എന്താ പറഞ്ഞത്? പോപ്പുലർ ഫ്രണ്ടും SDPയും എന്താണ് പറഞ്ഞത്? ഇപ്പോൾ ഈ യുദ്ധകാലത്ത് പോലും സന്ദീപ് വാര്യർ എന്ന് പറയുന്ന കുലങ്കുത്തി എന്താണ് പറഞ്ഞത്? ആലോചിച്ച് നോക്കണം. നമ്മുടെ രാജ്യത്തെ സൈനികരുടെ ചോര വെച്ച് രാഷ്ട്രീയം കളിച്ചില്ലേ ഇവർ? എത്ര നീചമായാണ് പാകിസ്ഥാൻ പുൽവാമ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് നമ്മൾ മിന്നലാക്രമണം നടത്തി. അതെ, അന്ന് ഇവർ ചോദിച്ചു എവിടെ തെളിവ് എവിടെയെന്ന്. ലോകത്തൊരു രാജ്യത്തെ പ്രതിപക്ഷവും അവരുടെ സൈന്യം പറയുന്ന കാര്യങ്ങളെ അവിശ്വസിക്കുകയോ അതിനെ അവിശ്വസിച്ചുകൊണ്ട് തെളിവ് ചോദിക്കുകയോ ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ ചെയ്തു. അത് ഇവിടുത്തെ പ്രതിപക്ഷം ആലോചിച്ച് നോക്കണം. അത്ര നമ്മുടെ സൈന്യത്തെ പോലും ഇവർക്ക് വിശ്വാസമില്ല. സൈന്യത്തെ പോലും ഇവർ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്നതിൻ്റെ തെളിവാണ്. പിന്നെ ഇവർ പറഞ്ഞെന്താ, സത്യപാൽ മാലിക് എന്ന് പറഞ്ഞ് ജമ്മു കാശ്മീരിലെ ലഫ്റ്റനൻറ്റ് ഗവർണറായിരുന്നൊരു മഹാനുണ്ട്, BJPയുടെ ഗവർണറായിരുന്നു. അയാൾ ഒരു വലിയ ഇടപാട് നടത്തി. അയാളുടെ മകന് കോടികളുടെ ലാഭമുണ്ടാക്കുന്ന ഒരു വഴിവിട്ട ഇടപാട് നടത്തിയപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇടപെട്ട് അത് ക്യാൻസൽ ചെയ്തത് മുതൽ അയാൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരാണ്. അയാൾ എന്ത് ചെയ്തു? ഈ കുളം കലക്കാൻ ഇയാളുടെ മകന് ഏതാണ്ട് 1500 കോടി രൂപയുടെ അവിഹിതമായ സാമ്പത്തിക ലാഭമുണ്ടാക്കുന്ന ഒരു കരാർ കിട്ടാൻ വേണ്ടി ജമ്മു കാശ്മീരിൽ നിന്ന് രാഷ്ട്രപതി ഭരണമാണ് എന്ന് പറഞ്ഞാൽ ലഫ്റ്റനൻറ്റ് ഗവർണറുടെ ഭരണമാണ്. ആ സമയത്ത് നടത്തിയ ഇടപാട് BJPയുടെ അഴിമതിരഹിത ഭരണമെന്നുള്ള ഇമേജിന് ദോഷമുണ്ടാക്കുമെന്ന് കരുതി കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതിൻ്റെ പക വീട്ടാൻ വേണ്ടി സത്യപാൽ മാലിക് എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ട മനുഷ്യൻ പ്രതിപക്ഷം പറഞ്ഞ് ഏറ്റുപിടിച്ചു. കാരണം ഇത് അങ്ങനെ സംഭവിച്ചതാണ്. തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി പട്ടാളക്കാരുടെ ചോര ഒരു BJP ഉപയോഗിച്ചു. എന്നിട്ട് അവിടെ വീഴ്ചയുണ്ടായി. ഈ വീഴ്ച മറച്ചു വെക്കണമെന്ന് എന്നോട് അമിത്ഷായും അജിത് ഡോവലും ആവശ്യപ്പെട്ടു എന്നൊക്കെ ഇയാൾ പരസ്യമായി പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവന കൂടി ഏറ്റുപിടിച്ചിട്ടാണ് ഈ രാജ്യത്തെ കടുത്ത വർഗീയവാദികളായ പോപ്പുലർ ഫ്രണ്ടുകാർ മുതൽ അവരുടെ അടുക്കളപ്പുറത്തുനിന്ന് എച്ചിൽ തിന്ന് ജീവിക്കുന്ന കോൺഗ്രസ്സുകാർ വരെ പുൽവാമ ആക്രമണം നരേന്ദ്രമോദി ആസൂത്രണം ചെയ്തതാണ്, അമിത്ഷാ ആസൂത്രണം ചെയ്തതാണ് എന്ന് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആലോചിച്ച് നോക്കട്ടെ, 40 ഭടന്മാർ മരിച്ചു,
40 പേരുടെ കുടുംബത്തിന് വലിയ നഷ്ടമാണ്. അവരൊക്കെ ദേശാഭിമാനം കൊണ്ട് പ്രചോദിതരായി മൃതദേഹത്തിന് ഭാരത് മാതാ കീ ജയ് എന്നും ജയ് ഹിന്ദ് എന്നും പറഞ്ഞ് സല്യൂട്ട് കൊടുക്കുമ്പോഴും അവരുടെ ഹൃദയം പൊട്ടിത്തെറിച്ച് നുറുങ്ങി 1000 കഷ്ണങ്ങളായി കിടക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ ജവാന്മാർ മരിച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലും മാനിക്കാതെ, ആ കുടുംബങ്ങളുടെ തീരാ ദുഃഖം പോലും കാണാതെ, ആ പട്ടാളക്കാർ രാജ്യത്തിന് വേണ്ടി ഒഴുക്കിയ ചോരയുടെ വില മനസ്സിലാക്കാതെ അവരുടെ രക്തം കൊണ്ട് രാഷ്ട്രീയം കളിച്ചു ഇവിടുത്തെ കോൺഗ്രസ്സുകാർ, ഇവിടുത്തെ പ്രതിപക്ഷം, ഇവിടുത്തെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് പരസ്യമായി പ്രസംഗിക്കാൻ പോലും മടി കാണാത്ത രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മുന്നണിക്കാർ ഇപ്പോൾ അതാ പാകിസ്ഥാൻ പറയുന്നു. പാകിസ്ഥാൻ്റെ വെറുതെ വ്യോമസേനയുടെ വൈസ് മാർഷൽ ഔറംഗസേബ് അഹമ്മദാണ് പരസ്യമായി ലോകത്തെ മുഴുവൻ മാധ്യമങ്ങളും കാണാൻ പറഞ്ഞിരിക്കുന്നത് പുൽവാമ ഞങ്ങൾ ചെയ്തതാണ്, ഇന്ത്യക്ക് കൊടുത്ത മറുപടിയാണെന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അധികാരത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ, നശിപ്പിക്കാൻ എന്തെല്ലാം ഇവർ ഉപയോഗിച്ചു അല്ലേ? നമ്മൾ S-400 മേടിക്കുമ്പോൾ 42,000 കോടി രൂപയാണ്. ഇത്രയും പണം കൊടുത്ത് വാങ്ങേണ്ട കാര്യമുണ്ടോ? മോദിക്കും BJPക്കും കമ്മീഷൻ മേടിക്കാനാണെന്ന് പറഞ്ഞു. എന്നും മാത്രം പൂലുണ്ടാക്കി ഇവിടുത്തെ പ്രതിപക്ഷം. ഇപ്പോൾ ആ S-400 നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചത്. അത് കഴിഞ്ഞ് റഫേൽ വാങ്ങിച്ചു. റഫേൽ വാങ്ങിയപ്പോൾ എന്താണ്? റഫേലിന് പവർ വിൻഡോ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് റഫേൽ ഇടപാടിനെതിരെ വലിയ കോലാഹലം ഉണ്ടാക്കിയത്. റഫേലിന് വില കൂടിയെന്നാണ് ഇവർ പറഞ്ഞത് അല്ലേ? വില കൂടിയെങ്കിലും പക്ഷേ വേറെ നമ്മൾ ടെക്നോളജി സഹിതമാണ് മേടിച്ചത്. അവർ വില കുറച്ച് മേടിച്ചത് സ്പെയർ പാർട്സ് പോലും ഇല്ലാതെയാണ്. നമ്മൾ ടെക്നോളജി കൂടെ ഷെയർ ചെയ്യണമെന്ന് പറയട്ടെ, ഷെയർ ചെയ്താണ് വാങ്ങിച്ചത്. നമ്മൾ റഫേൽ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോവുകയാണ്. അടുത്ത വർഷത്തോടു കൂടി ഇന്ത്യയിൽ റഫേൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ ആയിരുന്നില്ല കരാർ. അപ്പോൾ അതിനെതിരെ ഇവരെന്തൊക്കെ ബഹളം ഉണ്ടാക്കി, ചൗക്കീദാർ ചോർത്തൊക്കെ പറഞ്ഞു. എന്നിട്ട് സുപ്രീം കോടതി വരെ പോയി. നമ്മൾ പെഗാസസ് ഉണ്ടാക്കി. പെഗാസസ് വാങ്ങിച്ചോ ഇല്ലെന്ന് ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു, എൻ്റെ ഉൾപ്പെടെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ ഇവർ ചോർത്തി എടുത്തിട്ടാണ് ഇവർ ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്. ഞങ്ങൾ പറയുന്നതൊക്കെ BJP ചോർത്തുകയാണ്, ചുമ്മാതല്ലേ ഇവർ ജയിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. കോടതി വന്നു. അപ്പോൾ കോടതി പറഞ്ഞൊരു കാര്യം ചെയ്യും, അന്വേഷണ ഏജൻസികൾ വന്നു പറഞ്ഞു, നിങ്ങൾ ഫോൺ കൈമാറ്, പെഗാസസ് ഉണ്ടോ എന്ന് പരിശോധിക്കാം, എക്സ്പെർട്ട് കമ്മിറ്റി പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെഗാസസിനെതിരെ വലിയ ബഹളമുണ്ടാക്കിയ രാഹുൽ ഗാന്ധി സ്വന്തം ഫോൺ കൊടുത്തില്ല. ഒറ്റ പ്രതിപക്ഷ നേതാവ് കൊടുത്തില്ല. അവരുടെയൊക്കെ ഫോണിൽ പെഗാസസ് ഉണ്ടെന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ കേസ് ഇങ്ങനെ നീണ്ടു പോയിട്ട് കഴിഞ്ഞ ആഴ്ച പെഗാസസ് കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞു. ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ പ്രതിപക്ഷത്തിൻ്റെ ജഡ്ജിമാരുടെ അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളുടെ എല്ലാം കേന്ദ്ര സർക്കാർ പെഗാസസ് വെച്ച് ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന പേരിൽ നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? പെഗാസസൊക്കെ രാജ്യത്തിന് ഉപയോഗിക്കേണ്ടി വരും, രാജ്യത്തിൻ്റെ സുരക്ഷയാണ് പ്രധാനം, അതുകൊണ്ട് ചിലപ്പോൾ ചില ആളുകളുടെ ഫോണൊക്കെ ചോർത്തേണ്ടി വരും, പോയി പണി നോക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇവിടുത്തെ മാധ്യമങ്ങളിൽ ചർച്ചയൊന്നുമില്ലായിരുന്നു. ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇവിടുത്തെ എല്ലാ മെയിൻ സ്ട്രീം മലയാളം ചാനലുകളിൽ വരെ പെഗാസസ് ഉപയോഗിച്ച് രാഷ്ട്രീയക്കാരുടെ രഹസ്യങ്ങൾ ചോർത്തുന്നു എന്ന് എത്ര ദിവസം ചർച്ച നടന്നു സിനു? വലിയ കിംവദന്തി, വലിയ പ്രചരണം ഉണ്ടാക്കും. എന്നിട്ട് അതങ്ങനെയാണെങ്കിൽ അതിൽ കാര്യമൊന്നുമില്ല, അത് രാജ്യത്തിന് ആവശ്യമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അതേക്കുറിച്ചും ചർച്ച ചെയ്യണ്ടേ? ഇല്ല, അത് നിർത്തി. അത് വാർത്ത പോലുമല്ല. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ കഴിഞ്ഞ 11 വർഷമായി നമ്മുടെ രാജ്യത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കർമ്മനിരതനായ സന്യാസിയെ പോലെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാണ് ഇവിടെ വളഞ്ഞിട്ട് ആക്രമിച്ചത്. ഇപ്പോൾ നമ്മളിത് സിമ്പിളായിട്ട് ഇപ്പോൾ നോക്കൂ, നമ്മൾ UPI ഉപയോഗിക്കുന്നു അല്ലേ? GPayയും ഫോൺ പേയും ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കുന്നു. ഈ സിസ്റ്റം കൊണ്ടുവരുന്നതിന് ഇവരെ അനുകൂലം. ഡിജിറ്റൽ ഇന്ത്യ വന്നാൽ എങ്ങനെ ശരിയാകും? ചിദംബരം മുതൽ നമ്മുടെ ചകിരിപിരി കയറുപിരി ശാസ്ത്രജ്ഞൻ വരെ ചോർത്ത്, പിന്നെ വഴിയോരത്തിരിക്കുന്നത് കരിക്ക് കച്ചവടക്കാരനും മീൻ കച്ചവടക്കാരനും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്താൻ പോവുകയല്ലേ എന്ന് ചോദിച്ചിരിക്കുന്നത്. സിനുവിൻ്റെ പോക്കറ്റിൽ എത്ര പൈസയുണ്ട്? എൻ്റെ പോക്കറ്റിൽ 10 രൂപ ഉണ്ടാവും. എൻ്റെ പോക്കറ്റിൽ ഒന്നുമില്ല. 1 രൂപ എൻ്റെ കയ്യിലുണ്ടായിട്ട് ദിവസങ്ങളായി. കാരണം അതിൻ്റെ ആവശ്യമില്ല. ATM പോയിട്ട് എത്ര കാലമായി? അതെ, ATM പോകേണ്ട ആവശ്യമില്ല. ആകെ ബസ്സിൽ പോവുക, അങ്ങനെയൊക്കെയുള്ള വളരെ അത്യാവശ്യമായിട്ട് ബസ്സിൽ വന്നല്ലോ. ഇപ്പോൾ കൊച്ചി മെട്രോ കാർഡ് ഉപയോഗിച്ചാൽ കൊച്ചിയിലെ ബസ്സുകളിൽ സഞ്ചരിക്കാമല്ലോ. KSRTC ബസ്സുകളിൽ UPI വരാൻ പോവാ. അപ്പോൾ പൈസ വേണ്ടെന്നായി. അപ്പോൾ ഈ പറഞ്ഞ പ്രചരണം എത്ര മോശമായിരുന്നു അല്ലേ? ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു സർക്കാർ ഒരു സാധനം കൊണ്ടുവരുമ്പോൾ അതിനെ ഇല്ലാതാക്കാനല്ലേ? അതിനെ ഇല്ലാതാക്കാൻ നോക്കുക. നമ്മൾ മെട്രോ ട്രെയിൻ വന്നപ്പോൾ എന്താ പറഞ്ഞത്? അല്ല, മെട്രോ അല്ല, വന്ദേ ഭാരത് വന്നപ്പോൾ വന്ദേ ഭാരതിനെതിരെ എന്തൊരു ബഹളമായിരുന്നു. വന്ദേ ഭാരത് ഈ പറഞ്ഞ ബഹളം വെച്ചവനൊക്കെ വന്ദേ ഭാരത് കയറി ഞെളിഞ്ഞിരിപ്പുണ്ട്. ടിക്കറ്റ് കിട്ടാനില്ല. പിന്നെ വന്ദേ ഭാരത് കയറി ആളുകൾ പോകാൻ പോലെയെന്ന്
ഇപ്പോൾ വന്ദേ ഭാരതിന് ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ഈ ബഹളം വെച്ചമാർ തന്നെ പറയാം. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അത് ഏതൊരു രംഗത്താവട്ടെ, സൈന്യത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ഏതൊരു രംഗത്താവട്ടെ, വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് നമുക്കുണ്ട്. ആ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ പട്ടാളത്തിൻ്റെ രക്തം പോലും ഉപയോഗിക്കുന്ന അധർമ്മികളായ രാഷ്ട്രീയക്കാർ നയിക്കുകയാണ്. പിന്നെ പറയുമല്ലോ, ഇവിടെ പെട്രോളിന് വില കൂടി, അതിന് വില കൂടി, ചായക്കടക്കാരൻ അങ്ങനെ കാശ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ നോക്കൂ, പാകിസ്ഥാൻ നൂറുകണക്കിന് ഡ്രോണുകൾ ഇങ്ങോട്ട് അയച്ചു അല്ലേ, ഫത്ത പോലുള്ള മിസൈലുകൾ അയച്ചു. ഒരെണ്ണം വീണിട്ട് ഒറ്റ മനുഷ്യൻ നമ്മുടെ നാട്ടിൽ കൊല്ലപ്പെട്ടില്ല, ഇല്ല, നമുക്ക് ഒരു കേടും പറ്റിയിട്ടില്ല. ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ജനവാസ 5 സംസ്ഥാനങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിലെ 15 സ്ഥലങ്ങൾ ഒരേപോലെ ഒരേ സമയം ടാർഗറ്റ് ചെയ്തു. അവരെയൊക്കെ രക്ഷിച്ചെടുക്കാൻ, അതിനെയൊക്കെ പ്രതിരോധിച്ച് നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞു. എങ്ങനെയാണെന്നറിയോ? ഈ പെട്രോളിന് വില കൂട്ടിയതുകൊണ്ട് തന്നെയാണെന്നേ, ഗ്യാസിന് വില കൂട്ടിയതുകൊണ്ട് തന്നെയാണെന്നേ. 2025-26 വർഷത്തെ നമ്മുടെ പ്രതിരോധ ബഡ്ജറ്റ് എത്രയാണെന്നറിയോ? 6,81,210.27 കോടി എന്ന് പറഞ്ഞാൽ 7 ലക്ഷം കോടി രൂപയുടെ അടുത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ ബജറ്റ്. വീട്ടിൽ കിടന്നുറങ്ങണ്ടേ? ഞാനൊരു കാർട്ടൂൺ കണ്ടു. നമ്മൾ കട്ടിൽ കിടന്നുറങ്ങുകയാണ്, ഒരു ഭടൻ ഇങ്ങനെ കൈ വിടർത്തി നിന്നിട്ട് ആ കിടന്നുറങ്ങുന്ന ഇന്ത്യക്കാരുടെ നേരെ വരുന്ന എല്ലാ മിസൈലുകളെയും ബോംബുകളെയും പ്രതിരോധിക്കുന്നു. അതല്ലേ നമ്മൾ കണ്ടത്? നമ്മൾ വീടുകളിൽ കിടന്ന് പരമാവധി ഈ ബ്ലാക്ക് ഔട്ടിൻ്റെ സമയത്ത് അതിർത്തി സംസ്ഥാനങ്ങളിലും അതിർത്തി ജില്ലകളിലുമുള്ള ജനങ്ങളോട് പറഞ്ഞു ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് എല്ലാവരും വീട്ടിൽ കിടന്നുറങ്ങി. പക്ഷെ ഉറങ്ങാതെ ഇരുന്നു ആര്? സൈന്യം, നമ്മുടെ സൈന്യം, നമ്മുടെ കാവൽക്കാർ, നമ്മുടെ രക്ഷകർ. അവർക്ക് വേണ്ടി നമ്മൾ മിലിറ്ററി ബജറ്റ്, പ്രതിരോധ ബജറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അയ്യോ പാടില്ല പാകിസ്ഥാനെ ആക്രമിക്കാനോ, അയ്യോ പാടില്ല, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അതുകൊണ്ട് നമ്മൾ ഇതിനും കൈകെട്ടി നിന്ന് അവൻ തലവെട്ടാൻ നിന്ന് കൊടുക്കണം എന്ന് പറയുന്ന ആളുകളുള്ള രാജ്യമാണിത്. അപ്പോൾ 6,81,210.27 കോടി രൂപ പ്രതിരോധത്തിന് വേണ്ടി ഈ വർഷത്തെ ബജറ്റിൽ വെച്ചിട്ടുണ്ട്. എവിടുന്നാ കാശ്? പെട്രോൾ ചിലപ്പോൾ 2 രൂപ കൂട്ടിയിരിക്കുന്നേ. നിന്റെ തലയിൽ ബോംബ് വീഴുന്നുണ്ടോ? ഇല്ല. അതാണ് കാര്യം. അതാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ എൻ്റെ തല സുരക്ഷിതമായിരിക്കുന്നത്, എൻ്റെ നെഞ്ചത്ത് വെടിയുണ്ട കയറാതിരിക്കുന്നത് ചിലപ്പോൾ 10 പൈസ അല്ലെങ്കിൽ 1 രൂപ, 2 രൂപ ഈ രാജ്യത്തിൻ്റെ പൊതുഖജനാവിലേക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് കരുതാൻ ആളുകൾ സമ്മതിക്കില്ല. ആൾക്കറിയാം, പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ അവരങ്ങനെ ചിന്തിക്കുന്നതിന് മുമ്പ് പറയും, കൂട്ടിയില്ലേ, കണ്ടില്ലേ, ഗ്യാസിന് കൂട്ടി, അതിന് കൂട്ടി. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഹൈവേകൾ ഇപ്പോൾ നമ്മൾ ആലപ്പുഴ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ കോഴിക്കോട്ടേക്കോ പോകുമ്പോൾ നമുക്ക് യാത്രയ്ക്ക് വലിയ ദുരിതമുണ്ട് അല്ലേ? വലിയ റോഡ് പണി നടക്കുക. ഒരു 3 വർഷത്തോടെ കഴിയുമ്പോൾ എന്തായിരിക്കും? കണ്ണടച്ച് തുറക്കുന്നു. ഇപ്പോൾ കൊച്ചിയിലിരിക്കുന്ന നമുക്ക് തിരുവനന്തപുരത്തെത്താൻ 5 മണിക്കൂർ വേണം, 6 മണിക്കൂർ വേണം. ഹൈവേയുടെ പണി പൂർത്തിയായാൽ 3 മണിക്കൂർ, 2.5 മണിക്കൂർ കൊണ്ടെത്തും. എത്തും. പക്ഷേ ഇപ്പം പണി നടക്കുന്നതിനെ നമ്മൾ പുച്ഛിക്കും. ഇതെന്തൊരു ശല്യമാണ്. ഇതല്ല, വേറൊരു കാര്യമുണ്ട്. ഈ ഹൈവേ ഒക്കെ എത്ര കാലം മുമ്പ് വരേണ്ടതായിരുന്നു? ഈ 10 വർഷത്തിനുള്ളിൽ അല്ലേ ഈ ഹൈവേ ദേശീയപാത വികസനം എന്ന തോതിൽ രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഇത്രയും വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനം, ട്രെയിനിൻ്റെ കാര്യത്തിൽ പുതിയ ട്രെയിനുകൾ, ആധുനിക ട്രെയിനുകൾ, ട്രെയിനിലെ ബാത്റൂമുകളൊക്കെ ഇപ്പോൾ വൃത്തിഹീനമാണോ? അല്ലല്ലോ. അയ്യോ, ഭരണാധികാരികൾക്ക് ആർജവമായിട്ട് നിലപാടെടുക്കാൻ കഴിയുമെങ്കിലും ഒക്കെ വികസനം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും എന്ത് പറഞ്ഞു, കക്കൂസ് ഉണ്ടാക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചു അല്ലേ? അതെ, അത് മലയാളി മാത്രം ആക്ഷേപിച്ചത്. കേരളത്തിന് പുറത്തോട്ട് പോയി കക്കൂസ് ഉണ്ടാക്കിയ മോദിയെ കുറ്റം പറഞ്ഞ ആൾ കവളം പടൽ വെട്ടിയടിക്കും. കാരണം സ്ത്രീകളൊക്കെ തൊഴും അല്ലേ, അതൊക്കെ ചെയ്ത്. ഇതാണ് അപ്പോൾ രാജ്യത്ത് ഈ സങ്കുചിതമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന പ്രതിപക്ഷവും വർഗീയവാദികളും നമ്മുടെ രാജ്യത്തുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം. പാകിസ്ഥാനൊക്കെ എത്ര പാവം, പപ്പുവും കൂട്ടരുമാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ വ്യോമസേന തലവന്മാരുടെ ഒരാൾ ഇപ്പോൾ നടത്തിയ, ഔറംഗസേബ് നടത്തിയ പത്രസമ്മേളനം. നിങ്ങൾക്ക് ഈ രാജ്യത്തോട് മാപ്പ് പറയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ കിരാതന്മാരാണ്. കാരണം പുൽവാമയിലെ 40 സൈനികരുടെ പേരിൽ, അവരുടെ ചോരയുടെ പേരിൽ രാഷ്ട്രീയം കളിച്ചവർക്ക് കടുത്ത തിരിച്ചടിയാണ് പാകിസ്ഥാനിൽ കിട്ടിയിരിക്കുന്നത്. ഞങ്ങളാണ് പുൽവാമ ആക്രമണം നടത്തിയതെന്ന് പാകിസ്ഥാനികൾ പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടും അതേക്കുറിച്ച് തങ്ങൾ നടത്തിയ ദുഷ്പ്രചരണത്തിൻ്റെ പേരിൽ ഒരു ഖേദവും പ്രകടിപ്പിക്കാത്ത നമ്മുടെ പ്രതിപക്ഷത്തെക്കുറിച്ച് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം. കാരണം പാകിസ്ഥാനേക്കാളും അപകടകാരികളാണ് നമ്മുടെ രാജ്യത്തെ ഇന്ത്യ മുന്നണി തുടങ്ങിയ
തുടങ്ങി സകലരും ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ എല്ലാം വരുമല്ലോ, സുഡാപ്പി വരെ വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.